സോഷ്യൽ മീഡിയയുടെ ഉപയോഗം നിയന്ത്രിക്കണമെന്ന് മക്കളെ ഉപദേശിച്ചിട്ട് അവസാനം ഇങ്ങനെ അടപടലും തേണ്ടി വന്ന ഒരു അച്ഛൻ വേറെ ഉണ്ടാവില്ല. എന്താ രാമേന്ദ്ര പ്രശ്നം? ഹൻസികയുടെ ഒരു വീഡിയോ പുറത്തിറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. വീഡിയോ എന്ന് പറഞ്ഞ സംഭവം ലീക്ക്ഡ് ആണ്. ഇൻസ്റ്റാഗ്രാമിലെ സബ്സ്ക്രിപ്ഷൻ ഉള്ളിൽ അത്യാവശ്യം ശരീരം എക്സ്പോസ്ഡ് ആക്കിക്കൊണ്ട് ഹൻസിക ചെയ്തൊരു വീഡിയോ. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. I'm sweating, guys. I'm sweating. തൂക്കിയല്ലോ നാഥ. Bye, guys. നിനക്കിതെങ്ങനെ സാധിക്കുന്നതാവോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ നിന്റെ അപ്പൻ ഇതെങ്ങനെ സാധിച്ചെടുത്തതാ? ഇന്നലെ രാത്രി ഒരു 10 മണിക്ക് ആവുമ്പോൾ ഞാൻ ഇവളുടെ സബ്സ്ക്രിപ്ഷന്റെ എണ്ണം ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 1223 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു അപ്പൊ അവർക്ക് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ നോക്കുമ്പോൾ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം 1528 ആയിരിക്കുന്നു. അത് ശരി. ഒരൊറ്റ രാത്രി വെളുത്തപ്പോഴേക്കും 300-ലധികം സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മൾക്ക് ഒറ്റയടിക്ക് അടിച്ചു കയറിയത്. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഡിസാസ്റ്റർ ആയിപ്പോയി, എന്താ ദുരന്തമായി പോയി എന്ന് പറയായിരുന്നു. എന്നാലും കൃഷ്ണകുമാറിന്റെ മക്കൾക്ക് ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ വഴി തുണി അയച്ചിടേണ്ട ഗതികേട് വന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഹൻസികയുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ കൃഷ്ണകുമാറിന്റെ ഒരു പഴയ ഇന്റർവ്യൂ ആണ് എനിക്ക് ഓർമ്മ വന്നത്. സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം നിയന്ത്രിക്കണമെന്ന് താൻ മക്കളോട് ഇടയ്ക്കിടെ ഉപദേശിക്കാറുണ്ട് എന്നൊക്കെ കൃഷ്ണകുമാർ പണ്ടൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരംഭിച്ചു ഇനി പറഞ്ഞിട്ടെന്താ കാര്യം, നമുക്ക് വേറെല്ലാം പറയാം. ഭയങ്കര കൂൾ ഡാഡി എന്നാണ് പറയാറ്. ഇപ്പൊ പൊതുവിൽ യൂസ് ചെയ്യുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, തന്ത വൈബ് അല്ല വൈബ് തന്നാന്ന് പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. എന്റെ മക്കള് അമ്പിളരുടെ കറങ്ങുന്നു, പെൺകുട്ടികള് ഒരു നിയന്ത്രണമില്ല, കണ്ടവന്റെ കൂടെ ഇതാണ് പറയുന്നത്. തോന്നിയസം കാണിച്ചിട്ട് കുറച്ച് ഓവർ ആയാലും എല്ലാവരും ശ്രദ്ധിക്കൂ. ഞാൻ ഈ പ്രായത്തിൽ പോയിരുന്ന കാലത്തും എനിക്കും ഇതേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പെൺകുട്ടികളുടെ കൂടെ പോവുക, ഇതൊക്കെ ഉണ്ടായിരുന്നു. കൗതുക ലേശം കൂടുതലാണ്, മാപ്പാക്കണം. അഥവാ ഞങ്ങൾ എവിടെയും കറങ്ങാനൊക്കെ പോയാൽ പച്ചക്കള്ളം വീട്ടിൽ ഒന്ന് പറയും. സുഖമില്ലാതായി, അവിടെ ചെന്നപ്പോ അവിടെ നിന്ന് വരുന്ന ഒരു സ്കൂട്ടറിന്റെ ടയർ പഞ്ചറായി, പച്ചക്കള്ളം പറയുമായിരുന്നു. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. സെൽഫ് കൺട്രോൾ. കൊടുക്കുന്നതേ തിരിച്ചു വരും, കർമ്മത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ മാനിക്കുക. പിന്നെ ഏതും ഓവർ യൂസ് അപകടമാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ. അഴുത്തുവരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയിൽ ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാടാ. അത് പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ഓവർ യൂസ് അപകടം തന്നെയാണ്. അപ്പൊ ഇതെല്ലാം നിയന്ത്രിക്കുക. അതെ, നിയന്ത്രിച്ച് ഒടുവിൽ മകൾ സോഷ്യൽ മീഡിയയിൽ പോയി തുണി അയച്ചിടുന്നത് വരെ എത്തിയ കാര്യങ്ങൾ വല്ലാത്തൊരു നിയന്ത്രണമായി പോയി അണ്ണ ഇത്. അങ്ങനെ പടക്കടകുദാഹവ എന്തൊക്കെ മേളായിരുന്നു. നീ ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.